ആദ്യം ചമയം എന്നൊരു സിനിമ കമൽഹാസനെയും നെടുമുടിയും വെച്ച് ആലോചിച്ചായിരുന്നല്ലോ ശരിക്ക് തുടങ്ങുന്നത്. നല്ലൊരു ലവ് സ്റ്റോറി ആയിരുന്നു. അത് രണ്ട് കഥകളി പഠിക്കുന്ന രണ്ട് സ്റ്റുഡൻസും ഒരു മോഹിനിയാട്ടം നൃത്തയായ പെൺകുട്ടിയും തമ്മിലുള്ള ഒരു ട്രയാങ്കുലർ ലവ് സ്റ്റോറി. കമൽഹാസനും നെടുമുടി വേണം. പിന്നെ ഹീറോയിൻ അന്ന് അമ്പിയാണ് ഉദ്ദേശിച്ചിരുന്നത്. ഒരു ഷൂട്ടിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന വിചാരിച്ച ദിവസമാണ് കമൽഹാസന് വരാൻ പറ്റില്ല എന്ന് പറയുന്നത്. കമൽഹാസന് മീശ പഠിക്കാൻ പറ്റാത്ത ഒരു സിനിമ കെ ബാലേന്ദ്രൻ്റെ ആ സമയത്ത് വന്നുപോയി. അപ്പോൾ പിന്നെ നമുക്ക് ബ്രേക്ക് ചെയ്യാം, ഒന്നുകിൽ കമൽഹാസന് പകരം വേറെ ആളെ കണ്ടെത്താം എന്നൊക്കെ വെച്ച് നമ്മൾ ബ്രേക്ക് ചെയ്തു. ആ സിനിമയാണ് നിന്നുപോയത്. അതിൻ്റെ പ്രൊഡ്യൂസർ പെട്ടെന്ന് മരിച്ചുപോയി. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഞാൻ ചെയ്യേണ്ട സിനിമയല്ല. ആ കഥ പലതവണ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ഓരോ കാരണങ്ങൾ കൊണ്ട് അത് മുടങ്ങിപ്പോയി. അത് ഇപ്പോഴും ഇതുവരെ സിനിമ ആയിട്ടില്ല. അതൊരു ജോൺ പോളിന്റെ കഥയാണ്. അപ്പൊ ഞാൻ ജോണിന്റെ അടുത്ത് പറഞ്ഞാൽ വിട്ടേക്കാം, കാര്യം അത് ഏതോ ഒരു ശക്തി മോളിൽ നിന്ന് നിയന്ത്രിക്കുന്നുണ്ട്. എൻ്റെ റൂട്ട് അതല്ല എന്ന് അദ്ദേഹത്തിന് അറിയുമായിരിക്കും. കുറുക്കൻ്റെ ഒരു കൊല്ലം കഴിഞ്ഞിട്ടാണ് പിന്നെ കുറുക്കൻ്റെ കല്യാണം ചെയ്യുന്നത്. അവിടെ നിന്ന് നമ്മൾ ഒരു ഹ്യൂമറാണ് എൻ്റെ പാത എന്ന് എനിക്ക് തോന്നുകയും TP ബാലഗോപാലൻ ML ആണ് മോഹൻലാലും ശ്രീനിവാസനും വിപിൻ മോഹനും എൻ്റെ കൂടെ. അവിടെ തൊട്ട് എൻ്റെ സിനിമയുടെ യഥാർത്ഥ റൂട്ട് ഞാൻ തന്നെ തിരിച്ചറിയുകയും ചെയ്തു.